എന്തല്ലേ കേരളത്തിൻ്റെ ഒരു പോക്ക്. കേവലം ഒരു തർക്കത്തിൻ്റെ പേരിൽ കൊട്ടേഷൻ നൽകി ആദ്യം ഒരാളെ വെട്ടിക്കൊല്ലുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതിയെ മറ്റൊരു സംഘം ചേർന്ന് നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടിയത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം. ഗുണ്ട കുടിപ്പക തന്നെയാണ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊല്ലത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസ്. അതിലെ ഒന്നാം പ്രതിയാണ് ഈ അലുവ അതുല്. ഈ ജയിലിൽ കഴിയുകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങി സ്റ്റേഷനിൽ പോയിട്ട് മടങ്ങും വഴിയാണ് ഈ ആക്രമണം നടന്നത്. പകൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കരുനാഗപ്പള്ളി പുതിയ കാവിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നത്. കാറിൽ പോവുകയായിരുന്നു ഈ അലുവ അതുൽ എന്ന് പറയുന്ന പ്രതി. ഒരു സംഘം പിന്തുടർന്ന് കാറിൽ എത്തുകയായിരുന്നു. അതിനുശേഷം കാർ ഒരു ഭാഗത്തേക്ക് ഇടിച്ച് ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞു. അതിനുശേഷം പിന്നാലെ എത്തിയ കാറിൽ ഉണ്ടായിരുന്ന ആ സംഘം ആയുധങ്ങളുമായി എത്തി. വാളും ഉൾപ്പെടെയുള്ള ആയുധവുമായി പുറത്തേക്ക് ഇറങ്ങി അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ കാറിൽ നിന്ന് പുറത്തേക്ക് വീണ അലുവ അതുലിനെ വെട്ടുകയായിരുന്നു. നിരവധി തവണ വെട്ടി. അതിക്രൂരമായിട്ടുള്ള ആക്രമണം. അതിനുശേഷം ഗുരുതരമായിട്ട് പരിക്കേറ്റ അലുവ അതുലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. CPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ആ ആക്രമണം നടന്നിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഏറെ ദൂരം ഒരുപക്ഷെ അത് കാറിനെ പിന്തുടർന്ന് വന്നിരിക്കണം. അതിനുശേഷം ആ കാറ് ഒരു ഭാഗത്തേക്ക് മാറുന്നു, അവിടെ വീഴുന്നു, അവിടെ ഇടിച്ചു നിൽക്കുന്നു. അതിനുശേഷമാണ് ഈ പിന്നാലെ എത്തിയ കാറിലുണ്ടായിരുന്ന ആ അക്രമി സംഘം, കൊലപാതക സംഘം ആ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നത്. പിന്നീട് ഈ പരിപാടിയെല്ലാം നടത്തിയിട്ട് അവര് പെട്ടെന്ന് പോയി കളഞ്ഞത്.